Hello dear students, welcome back to the world of computer science and computer applications. We are in the fourth session of the ninth chapter, Structured Query Language. കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു ടേബിൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തു, സ്റ്റുഡൻറ്റ് എന്ന പേരിൽ. അതിനകത്ത് റെക്കോർഡ്സ് ഇൻസേർട്ട് ചെയ്തു പല രീതിയിൽ. ഒരു റെക്കോർഡിലേക്ക് ആവശ്യമുള്ള എല്ലാ വാല്യൂസോടും കൂടി ഇൻസേർട്ട് ചെയ്തു, ചില വാല്യൂസ് മിസ് ചെയ്തുകൊണ്ട് ഇൻസേർട്ട് ചെയ്തു. ഒടുവിൽ ആ ടേബിളിലെ കോണ്ടൻറ്റ് അതിനെ നമ്മൾ റിട്രീവ് ചെയ്യുകയും ചെയ്തു, സെലക്ട് കമാൻഡ് ഉപയോഗിച്ചിട്ട്. അപ്പോഴേക്കും ചില കാര്യങ്ങൾ നമ്മൾ ചൂണ്ടിക്കാട്ടിയിരുന്നു, സംഭവിക്കാൻ പാടില്ലാത്ത ചില കാര്യങ്ങൾ അവിടെ സംഭവിച്ചു. ഡ്യൂപ്ലിക്കേഷൻ, ഒരേ കുട്ടിയുടെ റെക്കോർഡ് 2 തവണ അതിനകത്ത് ഇൻസേർട്ടായി. ഡേറ്റ് ഓഫ് ബർത്ത് തെറ്റായി നമ്മൾ എൻ്റർ ചെയ്തു, അതിന് അതേപടിയല്ല SQLന് കഴിയുന്ന രീതിയിൽ അത് സ്റ്റോർ ചെയ്തു. വളരെ ക്രൂഷ്യലായിട്ടുള്ളൊരു ഡേറ്റ, അഡ്മിഷൻ നമ്പർ ഇല്ലാതെ ഒരു കുട്ടിയുടെ ഡേറ്റ ഇൻസേർട്ട് ചെയ്തു, അതും സ്റ്റോർഡായി. എന്നിട്ട് നമ്മൾ പറഞ്ഞു DBMSൻ്റെ അഡ്വാൻറ്റേജസ് എല്ലാം എവിടെ, SQLൻ്റെ കാര്യത്തിൽ അവിടെ നിർത്തിയിരിക്കുകയായിരുന്നു. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് DBMSൻ്റെ അഡ്വാൻറ്റേജസിന് ഒരു കോട്ടവും സംഭവിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞിരുന്നു, നമ്മൾ ഉപയോഗിച്ചതിൻ്റെ കുഴപ്പമായിരുന്നു. ആ ടേബിൾ അങ്ങനെ ആയിരുന്നില്ല ക്രിയേറ്റ് ചെയ്യേണ്ടിയിരുന്നത്. എന്തായാലും നിലവിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ടേബിളിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്ന് നോക്കാം. ക്രിയേറ്റ് ടേബിൾ കമാൻഡ് ഉപയോഗിച്ചിട്ടാണല്ലോ നമ്മൾ ടേബിൾ ക്രിയേറ്റ് ചെയ്തത്. ഈ SQLനുള്ളിൽ സ്കൂൾ എന്ന ഡേറ്റാബേസിനുള്ളിൽ സ്റ്റുഡൻറ്റ് എന്ന ടേബിളിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ് അവിടെ അവൈലബിൾ ആയിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഒരു ടേബിളിൻ്റെ സ്ട്രക്ചർ കാണാനും കമാൻഡുണ്ട്. ഡെസ്ക്രൈബ് എന്നാണ് ആ കമാൻഡിൻ്റെ പേര്. DESC എന്ന് മാത്രം എഴുതിയാലും ആ കമാൻഡ് വർക്ക് ചെയ്യും. ഡെസ്ക്രൈബ് എന്ന് കൊടുക്കാം, അതിനുശേഷം ടേബിൾ നെയിം പറയുക. അതേ ഉള്ളൂ എൻ്റെ സിൻറ്റെക്സ്, വളരെ സിമ്പിളാണ്. ഇതാ നോക്കിയോളൂ, ഞാനതിൻ്റെ ഔട്ട്പുട്ട് കാണിക്കുകയാണ്. ഡെസ്ക്രൈബ് സ്റ്റുഡൻറ്റ് എന്ന കമാൻഡ് കൊടുത്തിരിക്കുന്നു. തൊട്ട് താഴെ കാണുന്നത് ടാബുലാർ ഫോമിൽ അതിൻ്റെ ഔട്ട്പുട്ടാണ്. ചില പ്രത്യേക കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. ഫീൽഡ്, ആ ടേബിളിൽ 1 2 3 4 5 6 കോളങ്ങളാണുള്ളത്. ഫീൽഡ്, ആ ടേബിളിൽ ഉപയോഗിച്ചിരിക്കുന്ന ഫീൽഡുകൾ ഏതൊക്കെയെന്ന് ഫസ്റ്റ് കോളത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. ഓരോ കോളത്തിൻ്റെയും ടൈപ്പ് എന്താണെന്നുള്ളത് സെക്കൻഡ് കോളത്തിൽ കാണാൻ സാധിക്കുന്നു. ഒപ്പം ഞാനിപ്പോൾ സർക്കിൾ ചെയ്ത് കാണിക്കുന്നു എന്ന് ശ്രദ്ധിക്കണം. നൾ എന്നൊരു കോളവും കീ എന്നൊരു കോളവും പ്രധാനപ്പെട്ടത്. നൾ എന്ന കോളത്തിൽ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ടേബിളിൽ ഏതൊക്കെ കോളങ്ങളിലാണ് നൾ വാല്യൂ അനുവദിക്കുന്നത് എന്നുള്ള സൂചനയാണ് അവിടെ ഉള്ളത്. നമ്മൾ ക്രിയേറ്റ് ചെയ്ത സ്റ്റുഡൻ്റ് എന്ന ടേബിളിലെ എല്ലാ കോളങ്ങളിലും നൾ വാല്യൂ അനുവദിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പ്രൈമറി കീ പോലും നള്ളായിട്ട് കൊടുത്തപ്പോൾ സ്റ്റോർഡ് ആയത്. ഡേറ്റ് ഓഫ് ബർത്ത് ഒരു ഇൻവാലിഡ് ഡേറ്റ് ആയിട്ട് പോലും അതിനെ മറ്റൊരു രീതിയിൽ സ്റ്റോർ ചെയ്തത്. ഇനി 4ാമത്തെ കോളം ശ്രദ്ധിക്കൂ, കീ. പലതരം കീകളെക്കുറിച്ച് നമ്മൾ പഠിച്ചായിരുന്നു. പക്ഷേ ഈ ടേബിളിൽ ഒരു കീയും ഡിഫൈൻ ചെയ്തിട്ടില്ല. സാധാരണഗതിയിൽ പ്രൈമറി കീ എന്നൊരു കോളം ഉണ്ടാകേണ്ടതാണ്. നമ്മളത് ചെയ്തിട്ടില്ല ഈ ടേബിളിനെ സംബന്ധിച്ചിടത്തോളം. അതിൻ്റെ ഒരു ഇൻഡിക്കേഷനാണ് 4th കോളത്തിൽ കാണുന്നത്. ഡിഫോൾട്ട് വാല്യൂസ് വല്ലതും ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് 5th കോളത്തിൽ കാണിക്കുന്നത്. അതായത് ഒരു കോളത്തിലേക്ക് നമ്മളായിട്ടൊരു വാല്യൂ കൊടുത്തില്ലെങ്കിൽ SQL തന്നെ, MySQL തന്നെ അതിൻ്റേതായ ഒരു വാല്യൂ, അതിൻ്റേതായ വാല്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ കൊടുത്തിരിക്കുന്ന ഒരു വാല്യൂ അതിനകത്ത് സ്റ്റോർ ചെയ്തേക്കും. ഡിഫോൾട്ട് വാല്യൂ എന്ന് അതിനെയാണല്ലോ പറയുന്നത്. നമ്മുടേതായ എക്സ്ക്ലൂസീവ് വാല്യൂ ഇല്ലെങ്കിൽ പിന്നെന്ത് സ്റ്റോർ ചെയ്യാം എന്നുള്ളതിനാണല്ലോ ഡിഫോൾട്ട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഒന്നും സെറ്റ് ചെയ്തിട്ടില്ല. ഡിഫോൾട്ടായിട്ട് എല്ലാം നള്ളാണ് കൊടുത്തിരിക്കുന്നത്. നിലവിൽ ക്രിയേറ്റ് ചെയ്ത ടേബിളിൻ്റെ അവസ്ഥ ഇതാണ്. ഈ രീതിയിലാണ് ടേബിൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ പ്രോബ്ലംസ് എല്ലാം ഉണ്ടായത്. എന്നാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ, അതായത് പ്രൈമറി കീ ഇല്ലാതെ, നമ്മളെ സംബന്ധിച്ച് അഡ്മിഷൻ നമ്പർ എന്നുള്ളതാണല്ലോ പ്രൈമറി കീ ആയിട്ട് കാണേണ്ടത്. ബിക്കോസ് അവിടെ ഒരു ഡ്യൂപ്ലിക്കേഷൻ യാതൊരു കാരണവശാലും സംഭവിക്കില്ല. ഇറ്റ് ഷുഡ് ബി യുണീക്ക് വാല്യൂ ആൻഡ് ഇറ്റ് ഷുഡ് ബി എ കമ്പൽസറി വാല്യൂ. ആ ഒരു വാല്യൂ ഇല്ലാതെ ഒരു റെക്കോർഡും അതിനകത്ത് സ്റ്റോർഡ് ആകണ്ട. അതാണ് റിയൽ ലൈഫിൽ നമ്മുടെ റിക്വയർമെൻ്റ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അഡ്മിഷൻ നമ്പറിനെ അത്തരത്തിൽ ഡിസൈൻ ചെയ്യേണ്ടിയിരിക്കുന്നു. അതുപോലെ ഡേറ്റ് എൻ്റർ ചെയ്യുമ്പോഴത്തേനും എന്തെങ്കിലും പ്രോബ്ലം പറ്റിപ്പോയി കഴിഞ്ഞാൽ അതിനൊരു ഒരു ചെക്കിംഗ് നടത്തേണ്ടിയിരിക്കുന്നു. അങ്ങനെ കോളങ്ങളിൽ, ടേബിളിലെ കോളങ്ങളിൽ എന്തെങ്കിലുമൊക്കെ ചെക്കിംഗ് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ റെസ്ട്രിക്ഷൻസ് വരുത്തേണ്ടതുണ്ടെങ്കിൽ, ചില വാലിഡേഷൻസ് നടത്തേണ്ടതുണ്ടെങ്കിൽ അതിനുവേണ്ടി ഉപയോഗിക്കാവുന്നതാണ് കൺസ്ട്രെയിൻസ്. SQL കൺസ്ട്രെയിൻസ്. ക്രിയേറ്റ് ടേബിളിൻ്റെ സിൻറ്റെക്സിൽ അതിൻ്റെ ഒരു സൂചന തന്നിരുന്നു. കോളം നെയിം, ഡേറ്റ ടൈപ്പ്, കൺസ്ട്രെയിൻറ്റ് എന്നാണല്ലോ പറഞ്ഞത്. പക്ഷെ നമ്മൾ ഒരു കൺസ്ട്രെയിൻറ്റും യൂസ് ചെയ്തില്ല. എന്തൊക്കെ കൺസ്ട്രെയിൻസ് യൂസ് ചെയ്യാം എന്നാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. പ്രധാനമായും കാണുന്ന കൺസ്ട്രെയിൻസ് ഇതൊക്കെയാണ്. പ്രൈമറി കീ,
ഓട്ടോ ഇൻക്രിമെൻറ്റ്, നോട്ട് നൾ, യുണീക്ക്, ഡിഫോൾട്ട്. ഈ 5 കൺസ്ട്രെയിൻസുമാണ് നമ്മൾ സാധാരണഗതിയിൽ യൂസ് ചെയ്യുന്നത്. ഓരോന്നേരം നോക്കാം. പ്രൈമറി കീ, ഇറ്റ്സ് എ കൺസ്ട്രെയിൻറ്റ്. 2 വാക്ക് തന്നെയാണ് പ്രൈമറി കീ. ഇവിടെ ഞാനെല്ലാം ക്യാപിറ്റൽ കൊടുത്തിരിക്കുന്നതിൻ്റെ ഉദ്ദേശം വളരെ മുൻപേ തന്നെ പറഞ്ഞിരുന്നു. SQL കീവേഡാണെന്ന് നമുക്ക് തിരിച്ചറിയുന്നതിന് വേണ്ടിയാണ് അങ്ങനെ കൊടുത്തിട്ടുള്ളത്. അല്ലാതെ ഏത് കേസ് വേണമെങ്കിലും ഉപയോഗിക്കാം. ഇതെല്ലാം കീവേഡ്സാണ്. ആ ഒരു കാര്യം മാത്രം ഓർമ്മിക്കുക. പ്രൈമറി കീ, ഏത് കോളത്തെയാണോ പ്രൈമറി കീ ആക്കേണ്ടത് ആ കോളം ഡിസ്ക്രിപ്ഷനിൽ ഡേറ്റ ടൈപ്പിന് ശേഷം പ്രൈമറി കീ എന്ന വാക്ക് കൊടുക്കണം. അങ്ങനെ കൊടുത്തിരുന്നാൽ ആ കോളത്തിലേക്ക് ഡ്യൂപ്ലിക്കേറ്റ് അനുവദിക്കത്തില്ല, നൾ വാല്യൂ അനുവദിക്കത്തില്ല. ബിക്കോസ് ഇറ്റ്സ് എ ക്രൂഷ്യൽ കീ, ഇറ്റ്സ് എ മാൻഡേറ്ററി കീ, ഇറ്റ്സ് എ മാൻഡേറ്ററി കോളം. അതുകൊണ്ട് തന്നെ ഇത്തരം റെസ്ട്രിക്ഷൻസ് വരുത്തും നമ്മൾ ഡേറ്റ ഇൻസേർട്ട് ചെയ്യുമ്പോഴത്തേനും. ശരി, രണ്ടാമത്തെ കേസ് ഓട്ടോ ഇൻക്രിമെൻറ്റ്. അവിടെ 2 വാക്കാണെങ്കിലും അണ്ടർസ്കോർ കൊണ്ട് അതിനെ കമ്പൈൻ ചെയ്തിട്ടുണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഓട്ടോ ഇൻക്രിമെൻ്റ് എന്നൊരു കൺസ്ട്രെയിൻറ്റ് കൊടുത്തിരുന്നാൽ ഏത് കോളത്തിനാണോ അങ്ങനെ ഒരു വാല്യൂ, ഒരു കൺസ്ട്രെയിൻറ്റ് കൊടുക്കുന്നത്, പ്രത്യേകിച്ചും ന്യൂമറിക്കൽ കോളത്തിന്, ന്യൂമറിക്കൽ ഡേറ്റ കണ്ടെയ്ൻ ചെയ്യുന്ന കോളത്തിലാണ് ഓട്ടോ ഇൻക്രിമെൻറ്റ് കൊടുക്കുന്നത്. നമ്മുടെ കേസിൽ അഡ്മിഷൻ നമ്പറിന് വേണമെങ്കിൽ ഓട്ടോ ഇൻക്രിമെൻറ്റ് കൊടുക്കാമായിരുന്നു. ADNO എന്ന് പറഞ്ഞൊരു കോളം ഡിഫൈൻ ചെയ്തല്ലോ. അവിടെ ഡേറ്റ ടൈപ്പിന് ശേഷം ഓട്ടോ ഇൻക്രിമെൻ്റ് എന്ന് കൊടുത്തിരുന്നെങ്കിൽ ഓട്ടോമാറ്റിക്കലി 1, 2, 3, 4 എന്ന നമ്പർ ഉണ്ടായേനെ. ഓരോ റെക്കോർഡ് ഇൻസേർട്ട് ചെയ്യുമ്പോഴും ആ കോളത്തിലേക്ക് നമ്മളായിട്ട് പ്രത്യേകിച്ച് വാല്യൂ കൊടുക്കേണ്ട കാര്യമില്ല. ഓട്ടോമാറ്റിക്കലി എ നമ്പർ വിൽ ബി ജനറേറ്റഡ്. ഫസ്റ്റ് റെക്കോർഡിൻ്റെത് 1 തന്നെ ആയിരിക്കും, നെക്സ്റ്റ് റെക്കോർഡ് 2, നെക്സ്റ്റ് റെക്കോർഡ് 3, അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. ഇനി നമുക്ക് 1, 2, 3 അല്ല ആവശ്യം, 1001, 1002 എന്ന നിലയിലാണ് ആവശ്യമെങ്കിൽ ഫസ്റ്റ് റെക്കോർഡ് ഇൻസേർട്ട് ചെയ്യുമ്പോൾ മാത്രം വാല്യൂ നമ്മൾ കൊടുക്കുക, 1001 എന്ന് കൊടുക്കുക. പിന്നെ തൊട്ട് കൊടുത്തില്ലെങ്കിലും ഓരോ ഇൻസേർഷൻ നടക്കുമ്പോഴത്തേനും നെക്സ്റ്റ് വാല്യൂ will be generated and that will be stored as the value for that particular column. അത് സംഭവിക്കും. ഡിഫറൻ്റ് ആയിട്ടുള്ള വാല്യൂസ് വേണമെങ്കിൽ നമ്മൾ എക്സ്ക്ലൂസീവായിട്ട് കൊടുക്കാനും വേണം. അപ്പോൾ കണ്ടിന്യൂസ് നമ്പേഴ്സ് ഉപയോഗിക്കേണ്ട ഏതെങ്കിലും കോളം ഉണ്ടെങ്കിൽ അവിടെ നമുക്ക് ഉപയോഗിക്കാം ഓട്ടോ ഇൻക്രിമെൻറ്റ്. ഓക്കെ, യൂഷ്വലി പ്രൈമറി കീസായിട്ടൊക്കെ ഉപയോഗിക്കാനും പറ്റുന്ന ഒരു കോളമായിരിക്കും അത്. ഓട്ടോ ഇൻക്രിമെൻറ്റ് ഉപയോഗിച്ച് ഡെസിഗ്നേറ്റ് ചെയ്യുന്ന കോളം. നോട്ട് നൾ, 2 വാക്കാണ് ഓർക്കുക. നോട്ട് നൾ എന്ന കൺസ്ട്രെയിൻറ്റ് കൊടുത്തിരുന്നാൽ ഏതെങ്കിലും ഒരു കോളത്തിന്, ഒന്നിലധികമോ കോളങ്ങൾക്ക് കൊടുക്കാം കേട്ടോ. ഏത് കോളത്തെയാണോ നോട്ട് നൾ ഉപയോഗിച്ച് ഡെസിഗ്നേറ്റ് ചെയ്യുന്നത് ആ കോളത്തിലേക്ക് വാല്യൂ നിർബന്ധമായിട്ടും കൊടുത്തേ പറ്റുള്ളൂ. മിസ്സിംഗ് വാല്യൂസ് ഉണ്ടെങ്കിൽ നൾ ഉപയോഗിച്ച് റീപ്ലേസ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞു. അല്ലെങ്കിൽ ആ കോളത്തെ ഒഴിവാക്കിക്കൊണ്ട് നമുക്കറിയാവുന്ന വാല്യൂസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോളങ്ങൾ മാത്രം കൊടുത്ത് ഇൻസേർട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. നടക്കത്തില്ല. ഏതെങ്കിലും കോളത്തിന് കൺസ്ട്രെയിൻ്റ് ആയിട്ട് നോട്ട് നൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ആ കോളത്തിലേക്ക് വാല്യൂ കൊടുത്തേ പറ്റൂ, അല്ലെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യത്തില്ല. നമുക്ക് ചില എക്സാമ്പിൾസിലൂടെ കാണാം. മറ്റൊന്ന് യുണീക്ക്. പേര് സൂചിപ്പിക്കും പോലെ തന്നെ ഡ്യൂപ്ലിക്കേഷൻ അനുവദിക്കത്തില്ല. വാല്യൂസ് ഇൻ ദാറ്റ് കോളം ഷുഡ് ബി യുണീക്ക്. അപ്പോൾ പിന്നെ പ്രൈമറി കീ ഇത് തമ്മിൽ എന്താ സാറേ വ്യത്യാസം? സംശയം വരണ്ടേ? വ്യത്യാസമുണ്ട്. പ്രൈമറി കീ ഒരു ടേബിളിൽ ഒരിക്കൽ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഒരു കോളത്തിന് ഉപയോഗിക്കാം, ഇല്ല ഒന്നിലധികം കോളംസ് കമ്പൈൻ ചെയ്തുകൊണ്ട് പ്രൈമറി കീ ഉപയോഗിക്കാം. അവിടെ ഓരോ കോളത്തിനും നേർക്കല്ലേ പ്രൈമറി കീ എഴുതുക. ടേബിൾ കൺസ്ട്രെയിൻ്റ് ആയിട്ട് പ്രൈമറി കീ എന്ന വാക്ക് ഉപയോഗിക്കും. പോട്ടെ, അങ്ങോട്ടേക്ക് നമുക്ക് തൽക്കാലം കിടക്കണ്ട. ഓക്കെ, എന്നാൽ ഒരു കോളത്തെ പ്രൈമറി കീ ആക്കി മാറ്റിക്കഴിഞ്ഞു. അപ്പോൾ അതിനകത്തേക്ക് ഡ്യൂപ്ലിക്കേഷൻ വരില്ല, ഉറപ്പാണ്. യുണീക്ക് വാല്യൂസ് ആയിരിക്കും. മറ്റേതെങ്കിലും കോളം അവിടെയും എനിക്ക് ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂ വരാൻ പാടില്ല, യുണീക്ക് വാല്യൂ തന്നെ വരണം, അവിടെയും പ്രൈമറി കീ കൊടുക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇറ്റ് വിൽ നോട്ട് ബി അലൗഡ്. ഞാൻ പറഞ്ഞല്ലോ, പ്രൈമറി കീ ഒരു തവണ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. അപ്പോൾ അത്തരം സിറ്റുവേഷനിൽ നമുക്ക് ഉപയോഗിക്കാം യുണീക്ക്. യുണീക്ക് എത്ര കോളത്തിന് വേണമെങ്കിലും കൊടുക്കാം. ഒരു ടേബിളിൽ എത്ര കോളങ്ങൾക്ക് വേണമെങ്കിലും യുണീക്ക് എന്ന കൺസ്ട്രെയിൻറ്റ് ഉപയോഗിക്കാൻ പറ്റും. മറ്റൊരു പ്രത്യേകത, പ്രൈമറി കീ ആണെങ്കിൽ നൾ വാല്യൂ അനുവദിക്കില്ല എന്ന് പറഞ്ഞല്ലോ. പക്ഷേ യുണീക്കിൻ്റെ കേസിൽ നൾ വാല്യൂ ഒക്കെ ആവാം, കുഴപ്പമൊന്നുമില്ല. വാല്യൂ കൊടുത്താൽ ഇറ്റ് ഷുഡ് ബി യുണീക്ക്, അല്ലെങ്കിൽ നൾ വാല്യൂ ആകാം, പ്രോബ്ലം ഇല്ല. മറ്റൊന്ന് ഡിഫോൾട്ട്. ഡിഫോൾട്ട് എന്നൊരു കൺസ്ട്രെയിൻറ്റ്, അതുപയോഗിച്ച് ഒരു കോളത്തെ ഡിസ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ വി ക്യാൻ പ്രൊവൈഡ് എ ഡിഫോൾട്ട് വാല്യൂ. In the absence of user supplied value, that value will be stored in that record. നമ്മളായിട്ടൊരു വാല്യൂ കൊടുക്കുന്നില്ലെങ്കിൽ അതിന് പകരം നമ്മൾ ഈ ഡിഫോൾട്ട് ഉപയോഗിച്ച് എന്ത് വാല്യൂ ആണോ കൊടുത്തിരിക്കുന്നത് ദാറ്റ് വിൽ ബി സ്റ്റോർഡ് ഫോർ ദാറ്റ് പർട്ടിക്കുലർ റെക്കോർഡ് ഇൻ ദാറ്റ് കോളം. ക്ലിയർ? സോ ഇത്രയുമാണ് 5 കൺസ്ട്രെയിൻറ്റുകളെക്കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ഈ കൺസ്ട്രെയിൻറ്റ്സ് ഉപയോഗിച്ചിട്ട് നമ്മുടെ ടേബിൾ ക്രിയേറ്റ് ചെയ്തിരുന്നെങ്കിൽ, ഏതാ സ്റ്റുഡൻ്റ് എന്ന ടേബിൾ ഈ കൺസ്ട്രെയിൻറ്റും കൂടി ഉപയോഗിച്ചിട്ടാണ് ഡിഫൈൻ ചെയ്തിരുന്നതെങ്കിൽ ദേ ഇപ്പോൾ കാണുന്ന പോലെ ഇരിക്കും. ശ്രദ്ധിച്ചോളൂ. ക്രിയേറ്റ് ടേബിൾ സ്റ്റുഡൻറ്റ്, ADNO, ഇൻറ്റ് പ്രൈമറി കീ. കണ്ടില്ലേ? അവിടെ പ്രൈമറി കീ എന്ന
അവിടെ കൺസ്ട്രെയിൻറ്റ് യൂസ് ചെയ്തിരിക്കുന്നു. അഡ്മിഷൻ നമ്പറിന് വേണ്ടി പ്രൈമറി കീ എന്ന കൺസ്ട്രെയിൻറ്റ് യൂസ് ചെയ്തിരിക്കുന്നു. നെയിം പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടില്ല, ജെൻഡർ ഒന്നും ചെയ്തിട്ടില്ല. DOB ഡേറ്റ് ഓഫ് ബർത്ത് കമ്പൾസറി ഡേറ്റ ഐറ്റമായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നു. കാരണം എന്താ, ഡേറ്റ് എന്ന ഡേറ്റ ടൈപ്പിന് ശേഷം നോട്ട് നൾ കൊടുത്തിരിക്കുന്നു. നോട്ട് നൾ എന്ന കൺസ്ട്രെയിൻറ്റ് യൂസ് ചെയ്തിരിക്കുന്നു DOBക്ക് വേണ്ടി. സോ ഡേറ്റ് നിർബന്ധമായിട്ടും കൊടുത്തേ മതിയാവൂ. കോഴ്സ് പ്രത്യേകിച്ചും ചെയ്യില്ല, ഇൻകം. അപ്പോൾ ഇവിടെ ആകെ 2 കൺസ്ട്രെയിൻസ് മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ, പ്രൈമറി കീയും നോട്ട് നള്ളും. ഇനി വേണമെങ്കിൽ സപ്പോസ് ഇതിനകത്ത് ഒരു ഫോൺ നമ്പർ എന്നൊരു കോളം ഉണ്ടെന്ന് വിചാരിച്ചോളുക. ഫോൺ നമ്പർ അല്ലെങ്കിൽ എക്സാമിനുള്ള രജിസ്റ്റർ നമ്പർ, അവിടെയൊന്നും ഡ്യൂപ്ലിക്കേറ്റ്സ് വരാൻ പാടില്ലല്ലോ. ഫോൺ നമ്പറിൻ്റെ കേസിൽ ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. ബിക്കോസ് ഒരു ഭവനത്തിൽ നിന്നും 2 കുട്ടികൾ വരുന്നുണ്ടെങ്കിൽ അവരുടെ ഫോൺ നമ്പർ ഡ്യൂപ്ലിക്കേഷൻ വന്നേക്കാമല്ലോ. രജിസ്റ്റർ നമ്പർ എടുക്കാം. എക്സാമിനേഷന് ഓരോ കുട്ടിക്കും എക്സാം എഴുതാൻ നേരത്ത് മറ്റൊരു നമ്പർ തരുമല്ലോ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും, നമ്മുടെ ഡയറക്ടറേറ്റിൽ നിന്നും ഒരു രജിസ്റ്റർ നമ്പർ ഉണ്ടാവും. അത് ഡ്യൂപ്ലിക്കേഷൻ ഉണ്ടാവില്ല ഒരിക്കലും. അവിടെ നിന്ന് തരുന്ന നമ്പറിൽ ഡ്യൂപ്ലിക്കേഷൻ ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഡേറ്റ എൻട്രി ചെയ്യാൻ ശ്രമിക്കുമ്പോഴത്തേനും ഡ്യൂപ്ലിക്കേഷൻ സംഭവിച്ചു പോയാൽ അത് അക്സെപ്റ്റ് ചെയ്യത്തില്ല. അത്തരത്തിൽ അതിനെ മാറ്റണമെങ്കിൽ യുണീക്ക് കൊടുക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ചില സിറ്റുവേഷനിൽ യുണീക്ക് എന്ന കൺസ്ട്രെയിൻറ്റ് യൂസ് ചെയ്യാം. ഇത് കൂടാതെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഇതിനെയൊക്കെ കോളം കൺസ്ട്രെയിൻസ് എന്നാണ് നമ്മൾ പരിചയപ്പെട്ടത്. ഈ 5 വാക്കുകളെയും ഓരോ കോളത്തിനും നേർക്ക് കൊടുക്കുന്നതുകൊണ്ട് കോളം കൺസ്ട്രെയിൻസ് എന്ന് പറഞ്ഞു. ഇതിൽ ചിലതിനെയൊക്കെ ടേബിൾ കൺസ്ട്രെയിൻസ് ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. അതായത് ഒന്നിലധികം കോളങ്ങളെ കമ്പൈൻ ചെയ്തുകൊണ്ട് ഒരു കണ്ടീഷൻ സെറ്റ് ചെയ്യണമെങ്കിൽ അതിനെ ടേബിൾ കൺസ്ട്രെയിൻ്റ് ആയിട്ട് യൂസ് ചെയ്യും. പ്രൈമറി കീ, ഒന്നിലധികം കോളങ്ങൾ ചേർന്ന് പ്രൈമറി കീ ആകാമെന്ന് പറഞ്ഞല്ലോ, ആ അവസരത്തിൽ അതിനെ ടേബിൾ കൺസ്ട്രെയിൻ്റ് ആയിട്ട് യൂസ് ചെയ്യും. ഇനി 1 2 കോളങ്ങളുടെ വാല്യൂസ് ചേർത്തിട്ടാണ് ഒരു യുണീക്ക്നെസ് നമ്മൾ ഉറപ്പാക്കുന്നതെങ്കിൽ അവിടെ യുണീക്ക് എന്ന ആട്രിബ്യൂട്ടിനെയും ടേബിൾ കൺസ്ട്രെയിൻ്റ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഈ രീതിയിലാണ് നമ്മൾ ടേബിൾ ക്രിയേറ്റ് ചെയ്തതെങ്കിൽ, എങ്ങനെ കൺസ്ട്രെയിൻസ് യൂസ് ചെയ്തുകൊണ്ടാണ് ടേബിൾ ക്രിയേറ്റ് ചെയ്തിരുന്നതെങ്കിൽ അതിൻ്റെ സ്ട്രക്ചർ എടുത്താൽ ദേ ഇപ്പോൾ കാണുന്നത് പോലെയായിരിക്കും നിങ്ങൾക്ക് കിട്ടുക. നോക്കിക്കോളൂ, ഡിസ്ക് സ്റ്റുഡൻറ്റ്. ഇത്തവണ ഞാൻ ഡെസ്ക്രൈബ് എന്ന് ഫുള്ളായിട്ട് കൊടുത്തിട്ടില്ല, DESC വർക്ക് ചെയ്യുന്നുണ്ട്, കണ്ടില്ലേ? അതിൻ്റെ ഔട്ട്പുട്ടാണ് തൊട്ട് താഴെ കാണുന്നത്. ഇത്തവണ ശ്രദ്ധിക്കേണ്ട കാര്യം, നൾ എന്ന കോളത്തിൻ്റെ ചുവട്ടിൽ കണ്ടില്ലേ, ഞാൻ സർക്കിൾ ചെയ്ത് കാണിക്കുന്നുണ്ട്. ADNO, നമ്മുടെ സ്റ്റുഡൻ്റ് എന്ന ടേബിളിനകത്തുള്ള ADNO എന്ന കോളം നൾ വാല്യൂ അക്സെപ്റ്റ് ചെയ്യില്ല. നൾ എന്ന കോളത്തിന് താഴെ കണ്ടോ നോ എന്നാണ് കാണുന്നത്. ഞാൻ നോട്ട് നൾ എന്ന് കൊടുത്തില്ല, പ്രൈമറി കീ എന്ന് മാത്രമേ കൊടുത്തുള്ളൂ. ഞാൻ സൂചിപ്പിച്ചു, പ്രൈമറി കീ എന്ന് കൊടുത്താൽ നൾ വാല്യൂയും അക്സെപ്റ്റ് ചെയ്യത്തില്ല, ഡ്യൂപ്ലിക്കേറ്റും അനുവദിക്കത്തില്ല. അതുകൊണ്ട് നള്ളിൻ്റെ അവിടെ ഓട്ടോമാറ്റിക്കലി നോ എന്ന് വന്നു. കീ കണ്ടില്ലേ, പ്രൈ എന്ന് കാണുന്നു, PRI. ദാറ്റ് മീൻസ് അഡ്മിഷൻ നമ്പർ ADNO, ദ കോളം ADNO ഈസ് ഡെസിഗ്നേറ്റഡ് ആസ് എ പ്രൈമറി കീ. ടേബിളിൽ നിന്ന് വളരെ വ്യക്തമായിട്ടുണ്ട്. പിന്നെ DOBയും ശ്രദ്ധിക്കൂ. DOB എന്ന കോളത്തിൻ്റെ ഡിസ്ക്രിപ്ഷൻ, അതായത് ഇവിടെ കാണുന്ന 1 2 3 4 ഫോർത്ത് റോയിൽ DOBയെക്കുറിച്ചുള്ള ഡിസ്ക്രിപ്ഷൻ കാണുന്നുണ്ട്. അവിടെയും നൾ എന്ന കോളത്തിൻ്റെ ചുവട്ടിൽ നോ എന്നാണ് കാണുന്നത്. ദാറ്റ് മീൻസ് ഡേറ്റ് ഓഫ് ബർത്ത് നൾ വാല്യൂ അക്സെപ്റ്റ് ചെയ്യില്ല എന്നുള്ള സൂചനയാണ് അവിടെ കാണുന്നത്. വ്യത്യാസം മനസ്സിലായല്ലോ? കൺസ്ട്രെയിൻറ്റ് ഉപയോഗിച്ച് ടേബിളിൻ്റെ സ്ട്രക്ചർ കണ്ടപ്പോഴും കൺസ്ട്രെയിൻറ്റ് ഉപയോഗിക്കാതെ ടേബിളിൻ്റെ സ്ട്രക്ചർ കണ്ടപ്പോഴും എന്താ വ്യത്യാസം എന്നുള്ളത്. ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത ഒരു ടേബിളിലാണ് ഇൻസേർട്ട് ഇൻറ്റു കമാൻഡ് യൂസ് ചെയ്താൽ എന്താ വ്യത്യാസം വരിക നോക്കാം. ഇതാ നോക്കിക്കോളൂ, നേരത്തെ അതേ കേസ് തന്നെയാണ്. നമ്മുടെ സ്നേഹ എന്ന കുട്ടിക്ക് അയാളുടെ ഡേറ്റ ഇൻസേർട്ട് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഇൻസേർട്ട് ഇൻറ്റു സ്റ്റുഡൻറ്റ് വാല്യൂസ് 1003 സ്നേഹ F നൾ. ശ്രദ്ധിക്കൂ, അവിടെ ഞാൻ സർക്കിൾ ചെയ്ത് കാണിച്ചിട്ടുണ്ട്. ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ സ്ഥാനത്ത് നൾ വാല്യൂ കൊടുക്കാനൊരു ശ്രമം നടത്തുന്നു. ഡേറ്റ് ഓഫ് ബർത്ത് നമുക്ക് അറിയത്തില്ല, അല്ലെങ്കിൽ ആ ഡേറ്റ നമ്മുടെ കയ്യിലില്ല. അതുകൊണ്ട് ആ കുട്ടിയുടെ റെക്കോർഡ് ഇൻസേർട്ട് ചെയ്തപ്പോഴത്തേനും അത് ഒഴിവാക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. കണ്ടില്ലേ തൊട്ട് താഴെ എറർ, ആരോ മാർക്ക് ഉപയോഗിച്ച് ഞാൻ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. കോളം DOB കനോട്ട് ബി നൾ. ഇത്തവണ അങ്ങനെയാണ് വന്നത്. SQL റിപ്പോർട്ട് എറർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു, സൂചന തന്നു കഴിഞ്ഞു, DOB കനോട്ട് ബി നൾ. നമ്മൾ നള്ളായിട്ട് കൊടുക്കാൻ ശ്രമിച്ചു, ഇറ്റ് കനോട്ട് ബി നൾ. ഉത്തരം കിട്ടിക്കഴിഞ്ഞു, സോ അത് മാറ്റി കൊടുത്തേ പറ്റുള്ളൂ. ഇതാ നോക്കിക്കോളൂ, ഞാനിപ്പോൾ ഡേറ്റ കൊടുക്കുകയാണ്. വീണ്ടും ആരോ മാർക്ക് ഉപയോഗിച്ച് ഞാൻ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ആ പോർഷൻ. 2004-6-2 എന്ന ഒരു ഡേറ്റ് ആണ് ഇൻസേർട്ട് ചെയ്തിരിക്കുന്നത്. MySQLന് ആവശ്യമുള്ള ഫോമാറ്റിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ക്വറി ഓക്കെയാണ്. കണ്ടില്ലേ, ക്വറി എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞു, ഈ റോ അതിനകത്തേക്ക് സ്റ്റോർഡ് ആകും. മറ്റൊരു റെക്കോർഡ് ഇൻസേർട്ട് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അതായത് കൺസ്ട്രെയിൻറ്റ് ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്ത ടേബിളിനുള്ളിൽ ഇപ്പോൾ നിങ്ങൾ കാണുന്നത് പോലെ ഒരു റെക്കോർഡ് ഇൻസേർട്ട് ചെയ്യാൻ ശ്രമിക്കുന്നു. ഇവിടെ ഞാൻ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നത്
വാല്യൂസിൽ അഡ്മിഷൻ നമ്പറായിട്ട് 1003 കൊടുത്തു. റെക്കോർഡ് ഇൻസേർട്ട് ചെയ്തപ്പോൾ വാല്യൂസ് ക്ലാസ്സിൽ അഡ്മിഷൻ നമ്പറായിട്ട് 1003 കൊടുത്തു. അത് തന്നെയാണ് ഇവിടെ എറർ കാണിക്കുന്നതും. ഡ്യൂപ്ലിക്കേറ്റ് എൻട്രി 1003 ഫോർ കീ പ്രൈമറി. കണ്ടോ, എല്ലാ കാര്യങ്ങളും അവിടെ പറഞ്ഞിട്ടുണ്ട്. SQL നമുക്ക് ആ എറർ എന്തുകൊണ്ടാണെന്നുള്ളതിൻ്റെ സൂചന മുഴുവൻ തന്നു കഴിഞ്ഞു. ഡ്യൂപ്ലിക്കേറ്റ് എൻട്രി വന്നിരിക്കുന്നു, 1003 ഓൾറെഡി അതിനകത്തുണ്ട്, അത് പ്രൈമറി കീ ആയിട്ട് നിങ്ങൾ സെറ്റ് ചെയ്തിരുന്നതാണ് എന്ന സൂചനയാണ്. സോ ഇങ്ങനെയൊരു റെക്കോർഡും അതിനകത്ത് ഇൻസേർട്ട് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഞാൻ അതിനെ വീണ്ടും മോഡിഫൈ ചെയ്യുന്നു. ഇത്തവണ 2 റെക്കോർഡ്സ് ഒന്നിച്ച് ഇൻസേർട്ട് ചെയ്യാനുള്ള ശ്രമമാണ് നമ്മൾ മുൻപ് ചെയ്തതുപോലെ, കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തതുപോലെ. പക്ഷേ ഇത്തവണ ഞാനെല്ലാം കൃത്യമായ വാല്യൂസ് തന്നെ കൊടുത്തു. യുണീക്കായിട്ടുള്ള അഡ്മിഷൻ നമ്പർ കൊടുത്തിരിക്കുന്നു, ഡേറ്റ് ഓഫ് ബർത്ത് എല്ലാം ഫില്ല് ചെയ്തിരിക്കുന്നു. അതേസമയം രണ്ടാമത്തെ റെക്കോർഡിൽ സനൂപ് എന്ന വിദ്യാർത്ഥിയുടെ റെക്കോർഡിൽ ഇൻകം നള്ളായിട്ട് കൊടുത്തു. കുഴപ്പമൊന്നുമില്ല, കാരണം ഇൻകം എന്ന കോളത്തിൽ നമ്മൾ പ്രത്യേകിച്ച് കൺസ്ട്രെയിൻറ്റ് യൂസ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ അത് അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നു. 2 rows അഫക്റ്റഡ്, 2 റോയും അതിനകത്ത് ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞു എന്നുള്ളതിൻ്റെ തെളിവാണ് ആ ഔട്ട്പുട്ടിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഓക്കെ, ഇനി ആ ടേബിളിലെ കണ്ടൻറ്റ് ഡിസ്പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും. എങ്ങനെയാണ് ഡിസ്പ്ലേ ചെയ്യേണ്ടത്? ഒരു ടേബിളിലെ മുഴുവൻ ഡീറ്റെയിൽസും കാണണമെങ്കിൽ ഉപയോഗിക്കേണ്ട കമാൻഡ് ഏതാ? ഓർമ്മയുണ്ടല്ലോ, സെലക്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡൻറ്റ്. ദേ അതിൻ്റെ ഔട്ട്പുട്ടാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. കണ്ടല്ലോ, 5 സ്റ്റുഡൻസിൻ്റെ റെക്കോർഡ്സ് അതിനകത്തുണ്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചെയ്തപ്പോൾ 5 കുട്ടികളുടെ ഡേറ്റയാണ് എൻ്റർ ചെയ്തതെങ്കിലും 6 റെക്കോർഡ്സ് അതിനകത്ത് സ്റ്റോർഡ് ആയിരുന്നു, ഡ്യൂപ്ലിക്കേഷൻ ഉൾപ്പെടെ. ഇത്തവണ ഡ്യൂപ്ലിക്കേഷൻസ് ഒന്നുമില്ല, പക്ഷേ നൾ വാല്യൂസിൻ്റെയും പ്രശ്നങ്ങളൊന്നും തന്നെ വരുന്നില്ല. ശരി, അങ്ങനെയെങ്കിൽ ടേബിള് ക്ലീൻ ആയിട്ടുണ്ട്. എന്താ പറയുക, വളരെ ശരിയായ രീതിയിൽ ഡിഫൈൻ ചെയ്തിട്ടുള്ളൊരു ടേബിൾ നമ്മുടെ കയ്യിലുണ്ട്. അതിനകത്ത് റെക്കോർഡ്സും ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി അതിൽ നിന്നും ഡേറ്റ റിട്രീവ് ചെയ്യുന്ന പല രീതിയിൽ നമുക്ക് ആവശ്യമുള്ള ഇൻഫർമേഷൻ റിട്രീവ് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഒരു ചോദ്യം ഇങ്ങനെ തരികയാണെന്ന് കരുതുക, ലിസ്റ്റ് ദ കോഴ്സസ് ഓഫേർഡ് ബൈ ദി സ്കൂൾ. ഒരു സ്കൂളിലെ കുട്ടികളുടെ ഡീറ്റെയിൽസ് ആണല്ലോ ഇതിനകത്തുള്ളത്. നമ്മളിവിടെ ആകെ 5 പേരുടെ ഡീറ്റെയിൽസേ കാണിച്ചിട്ടുള്ളൂ. പക്ഷേ നമുക്കറിയാം, ഒരു സ്കൂൾ വരുമ്പോൾ ഒരു 200, 300 അല്ലെങ്കിൽ 500 കുട്ടികൾ, അതിലധികം കുട്ടികളൊക്കെ സ്കൂളിലുണ്ടാവും അല്ലേ? അവരുടെ ഡേറ്റ മുഴുവൻ ഇതിനകത്ത് സ്റ്റോർ ചെയ്യാമെന്ന് വിചാരിച്ചോളുക. കുറേയേറെ കുട്ടികളുടെ കോഴ്സ് ഹ്യൂമാനിറ്റീസ് ആയിരിക്കും, കുറേയേറെ കുട്ടികൾ കൊമേഴ്സിലുണ്ടാവും, കുറേയേറെ കുട്ടികൾ സയൻസിലുണ്ടാവും. സെലക്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്ക്രീനിൽ കൊള്ളിക്കുന്ന അത്രയും റെക്കോർഡ്സ് അല്ലേ അറ്റ് എ ടൈം കാണുള്ളൂ. ഇവനിങ്ങനെ സ്ക്രോൾ ചെയ്തങ്ങ് പോകും. എന്നിട്ട് ഏറ്റവും അവസാനം എഴുതി കാണിക്കും 534 റെക്കോർഡ്സ് സെലക്റ്റഡ്, 534 റോസ് സെലക്റ്റഡ് എന്ന് പറഞ്ഞാൽ 534 കുട്ടികളുടെ റെക്കോർഡും കാണിച്ചു. നമ്മൾ പക്ഷേ എത്ര എണ്ണേ കണ്ടുള്ളൂ? അവസാനം കാണുന്ന കുറേ റെക്കോർഡ്സ് മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുന്നുള്ളൂ. അവിടെയെല്ലാം കോഴ്സ് എന്തായിരിക്കാം? ചിലപ്പോൾ ഒരേ ക്ലാസ്സിലെ കുട്ടികളാണ് അവിടെ കാണുന്നതെങ്കിൽ ആ ക്ലാസ്സിൻ്റെ അല്ലെങ്കിൽ ആ സ്ട്രീമിൻ്റെ പേരായിരിക്കും കാണുക, സയൻസ് എന്നോ കൊമേഴ്സ് എന്നോ ഹ്യൂമാനിറ്റീസ് എന്നോ മാത്രം. നേരത്തെ ബാക്കിയുള്ള കോഴ്സിലെ കുട്ടികളെല്ലാം സ്ക്രോൾ ചെയ്ത് പോയി കഴിഞ്ഞു. ഒരു സ്കൂളിലെ കോഴ്സ് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ 500 തവണ കാണിക്കേണ്ട കാര്യമുണ്ടോ? സയൻസ്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് ഇങ്ങനെ 3 കാര്യങ്ങൾ ഓരോ തവണ പറഞ്ഞാൽ പോരെ? നമ്മൾ വെറുതെ സെലക്ട് കോഴ്സ് ഫ്രം സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞു എന്ന് കരുതുക. കോഴ്സ് ലിസ്റ്റ് ചെയ്യാൻ പറഞ്ഞാൽ, ഒരു സ്കൂളിലെ കോഴ്സ് ലിസ്റ്റ് ചെയ്യാൻ പറഞ്ഞാൽ കോഴ്സിൻ്റെ പേരുകൾ മാത്രം കാണിക്കുക, ഈ ടേബിളിലുള്ള കോഴ്സിൻ്റെ പേരുകൾ മാത്രം കാണിക്കുക എന്നൊരു ക്വറിയാണ് നമുക്ക് എഴുതേണ്ടതെങ്കിൽ എങ്ങനെ എഴുതും? സെലക്ട്, പിന്നെന്താ, കോളത്തിൻ്റെ പേര് പറയണം അല്ലേ? കോളത്തിൻ്റെ പേരെന്താ? കോഴ്സ്. കോഴ്സ് ഫ്രം സ്റ്റുഡൻറ്റ്. കഴിഞ്ഞു, ഇത്രയല്ലേ ഉള്ളൂ. എത്ര റെക്കോർഡ്സ് കാണും അതിനകത്ത്? 5 എണ്ണം കാണും. അതവിടെ നിന്ന് കിട്ടി? 5 റെക്കോർഡ്സ് ഉണ്ട്. ഈ ടേബിളിനകത്തുള്ള എല്ലാ റെക്കോർഡ്സും സെലക്ട് ചെയ്യും. അപ്പോൾ അതിനകത്ത് 2 സയൻസ് ഉണ്ട്, 2 കൊമേഴ്സ് ഉണ്ട്, 1 ഹ്യൂമാനിറ്റീസ് ഉണ്ട്. അങ്ങനെയാണ് കാണുന്നത്. പക്ഷെ നമുക്കതിൻ്റെ ആവശ്യമുണ്ടോ? ആ ഡ്യൂപ്ലിക്കേഷൻ ഒഴിവാക്കാം. റിട്രീവ് ചെയ്യുന്ന ഇൻഫർമേഷനിൽ ഡ്യൂപ്ലിക്കേഷൻ ഒഴിവാക്കണമെങ്കിൽ വി ഹാവ് എ കീവേഡ് ഡിസ്റ്റിങ്ക്റ്റ്. ഡിസ്റ്റിങ്ക്റ്റ് എന്നൊരു കീവേഡ് ഉണ്ട്. ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് വിത്ത് ദ സെലക്ട് കമാൻഡ്. ഒരു ടേബിളിലെ റെക്കോർഡ്സ് റിട്രീവ് ചെയ്യുമ്പോൾ, ഡേറ്റ റിട്രീവ് ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ കോളത്തിലുള്ള വാല്യൂസിലെ ഡ്യൂപ്ലിക്കേഷൻ ഒഴിവാക്കണമെങ്കിൽ വി ക്യാൻ യൂസ് ദ കീവേഡ് ഡിസ്റ്റിങ്ക്റ്റ് അലോങ് വിത്ത് ദാറ്റ് പെർട്ടിക്കുലർ കോളം. ക്ലിയർ ആണോ? യുണീക്ക് ഡ്യൂപ്ലിക്കേഷൻ ഒഴിവാക്കാനാണെന്ന് പറഞ്ഞു. കൺഫ്യൂഷൻ ആവരുതേ. യുണീക്ക് എന്ന കീവേഡ് അതൊരു കൺസ്ട്രെയിൻ്റ് ആണ്. അത് ക്രിയേറ്റ് ടേബിളിനോടൊപ്പമാണ് ഉപയോഗിക്കുന്നത്. ഡ്യൂപ്ലിക്കേഷൻ ഒഴിവാകുന്നത് ഡേറ്റ ഇൻസേർട്ട് ചെയ്യുമ്പോഴാണ്. ക്ലിയർ? അതേസമയം ഡിസ്റ്റിങ്ക്റ്റ് ഉപയോഗിക്കുന്നത് സെലക്ട് കമാൻഡിനൊപ്പമാണ്. കോളം നെയിമിനോടൊപ്പം തന്നെയാണ് പറയേണ്ടത്. പക്ഷേ ഡ്യൂപ്ലിക്കേഷൻ ഒഴിവാക്കും എപ്പോഴാ? ഡേറ്റ സെലക്ട് ചെയ്യുമ്പോൾ, ഡേറ്റ റിട്രീവ് ചെയ്യുമ്പോൾ. തിരിച്ചെടുക്കുമ്പോൾ ഡ്യൂപ്ലിക്കേഷൻ ഒഴിവാക്കുന്നത് ഡിസ്റ്റിങ്ക്റ്റും, അകത്തേക്ക് കൊടുക്കുമ്പോൾ സ്റ്റോർ ചെയ്യുമ്പോൾ ഡ്യൂപ്ലിക്കേഷൻ ഒഴിവാക്കുന്നത് യുണീക്കും.
ഒരു ഡിഫറൻസ്. യുണീക്ക് ഒരു കൺസ്ട്രെയിൻ്റ് ആണ്, ഡിസ്റ്റിങ്ക്റ്റ് ഒരു സാധാരണ കീവേഡാണ്. യുണീക്ക് ക്രിയേറ്റ് ടേബിൾ കമാൻഡിനോടൊപ്പം ഉപയോഗിക്കുന്നു, ഡിസ്റ്റിങ്ക്റ്റ് സെലക്ട് കമാൻഡിനോടൊപ്പം ഉപയോഗിക്കുന്നു. ക്ലിയർ? ഓക്കെ. അപ്പോൾ ഈ കീവേഡ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഒരു ക്വറി എഴുതാം. ഇതാ കണ്ടില്ലേ, സെലക്ട് ഡിസ്റ്റിങ്ക്റ്റ് കോഴ്സ്, അതാ പറയേണ്ടത്. സെലക്ട് ഡിസ്റ്റിങ്ക്റ്റ് കോഴ്സ് ഫ്രം സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞാൽ മതി. ഇതേ കണ്ടില്ലേ, ഔട്ട്പുട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ടോടെ ഞാൻ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ കണ്ടോ, ശരിക്കും 2 കുട്ടികൾ സയൻസ് ഗ്രൂപ്പിലുള്ളവരുണ്ടായിരുന്നു, 2 പേര് കൊമേഴ്സുമായിരുന്നു. പക്ഷേ സ്ക്രീനിൽ നമ്മൾ ഓരോന്നേ കാണുന്നുള്ളൂ. കാരണം ആ കോഴ്സിനകത്ത് ആകെ 3 ഡിഫറൻറ്റ് വാല്യൂസേ ഉള്ളൂ. അത് മാത്രമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ക്ലിയർ? ദാറ്റ് ഇസ് എ യൂസ് ഓഫ് ഡിസ്റ്റിങ്ക്റ്റ് കീവേഡ്. അപ്പോൾ ഇനി നമ്മൾ നമ്മുടെ ടേബിളിൽ നിന്നും ചില റോസ് മാത്രം കാണാൻ പോകുന്നു. സെലക്റ്റഡ് ഇൻഫർമേഷൻ, സെലക്റ്റഡ് റോസ്. ഇതുവരെ കണ്ടതോ, ഒരു ടേബിളിലുള്ള എല്ലാ റോസും എടുത്തു, കോളംസ് മാത്രം നമുക്ക് ഇഷ്ടമുള്ളത് പറയാമായിരുന്നു. അഡ്മിഷൻ നമ്പർ നെയിമും മാത്രമുള്ളപ്പോൾ പറഞ്ഞു സെലക്ട് ADNO, നെയിം ഫ്രം സ്റ്റുഡൻറ്റ്. 5 കുട്ടികളുടെയും അഡ്മിഷൻ നമ്പറും നെയിമും കണ്ടു. ഇടയ്ക്ക് നെയിം, ഫോൺ നമ്പർ, നെയിം, ഇൻകം, ഡേറ്റ് ഓഫ് ബർത്ത് അങ്ങനെ എങ്ങാണ്ട കണ്ടു. അപ്പോഴും 5 പേരുടെയും ഡേറ്റ കണ്ടു. എനിക്ക് 5 പേരുടെയും ഡേറ്റ വേണ്ട, ചിലരുടെ മാത്രം. ചിലരുടെ, ഇതെങ്ങനെ തീരുമാനിക്കും? ചിലരുടെ, ഈ ചിലർ ആരൊക്കെയാണെന്ന് എങ്ങനെ പറയും? അതിന് വേണ്ടിയിട്ട് വി ആർ ഗോയിങ് ടു സ്പെസിഫൈ സം കണ്ടീഷൻസ്. സെലക്ട് കമാൻഡിനോടൊപ്പം വി ക്യാൻ യൂസ് എ ക്ലോസ് വെയർ. സെലക്ട് കമാൻഡിൻ്റെ ഒരു സിൻഡെക്സ് നമ്മൾ പറഞ്ഞു. സെലക്ട് column names or star, then comes the from class, from table name. Select column names from table name. അതിൻ്റെ പിന്നാലെ we can make use of another clause where. where എന്ന കീവേഡ് ഉപയോഗിക്കുന്നു, അതിനോടൊപ്പം ഒരു കണ്ടീഷൻ പറയുന്നു. ടെസ്റ്റ് എക്സ്പ്രഷൻ നമുക്ക് പരിചയമുള്ളത്, C++ലും ജാവാസ്ക്രിപ്റ്റിലും ഒക്കെ നമ്മൾ പഠിച്ചതാണ് ടെസ്റ്റ് എക്സ്പ്രഷൻസ്, കണ്ടീഷൻസ്. അങ്ങനെ ഒരു കണ്ടീഷൻ സ്പെസിഫൈ ചെയ്യാൻ സാധിക്കും വെയർ ക്ലോസിനോടൊപ്പം. അപ്പോൾ ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന റോസ് മാത്രമേ സെലക്ട് ചെയ്യുള്ളൂ ഫോർ ഡിസ്പ്ലേ. ക്ലിയർ? നമുക്ക് നോക്കാം ചില ക്വറീസ്. അതിനു മുമ്പ് ഈ കണ്ടീഷൻസ് സെറ്റ് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ ടെസ്റ്റ് എക്സ്പ്രഷൻസ് ഫോം ചെയ്യണമെങ്കിൽ ഓപ്പറേറ്റേഴ്സ് വേണം അല്ലേ? നമ്മൾ പഠിച്ചതെല്ലാം അങ്ങനെയാണ്. കുറേയേറെ റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു C++ലും ജാവാസ്ക്രിപ്റ്റിലും. അത്തരം റിലേഷണൽ ഓപ്പറേറ്റേഴ്സൊക്കെ ഇവിടെയും ഉപയോഗിക്കാം ടു കൺസ്ട്രക്ട് കണ്ടീഷൻസ്. ഇത് കാണുന്നില്ലേ, ഈക്വൽ ടു, നോട്ട് ഈക്വൽ ടു, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഈക്വൽ ടുവിലും ചെറിയ വ്യത്യാസമുണ്ട്. നമ്മൾ ഇതുവരെ ഡബിൾ ഈക്വൽ സിമ്പിളായിരുന്നു ഇക്വാളിറ്റി ചെക്കിങ്ങിന് വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇവിടെ അങ്ങനെയല്ല, സിംഗിൾ ഈക്വൽ സിമ്പിൾ തന്നെയാണ്. ഇക്വാളിറ്റി ചെക്കിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നത് SQLിൽ സിംഗിൾ ഈക്വൽ സിമ്പിൾ തന്നെയാണ്. That is a major difference between C++ operators and SQL relational operator. പിന്നെ നോട്ട് ഈക്വൽ ടു, അവിടെയും ഒരു വ്യത്യാസമുണ്ട്. ലെസ് ദാൻ ഗ്രേറ്റർ ദാൻ സിമ്പിൾസ് ഒന്നിച്ചിട്ടാലും നോട്ട് ഈക്വൽ ടുവിൻ്റെ എഫക്റ്റ് കിട്ടും. എക്സ്ക്ലമേഷൻ മാർക്കും ഈക്വൽ സിമ്പിളും കൊടുക്കാം. ഇത് കൂടാതെ ലെസ് ദാൻ ഗ്രേറ്റർ ദാൻ സിമ്പിൾ ഒന്നിച്ച് കൊടുത്താലും നോട്ട് ഈക്വൽ ടു. ബാക്കിയൊക്കെ നമുക്ക് പരിചയമുള്ളത് തന്നെയാണ്. ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു തുടങ്ങിയ 6 റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് ഇത് ഉപയോഗിക്കാം. ഇതുപയോഗിച്ച് മാത്രമാണോ കണ്ടീഷൻസ് നമ്മൾ സെറ്റ് ചെയ്തുകൊണ്ടിരുന്നത്? ഇതുപയോഗിക്കുമ്പോൾ ഒരു ടെസ്റ്റ് എക്സ്പ്രഷൻ ഉണ്ടാകും അല്ലേ? ഒന്നിലധികം ടെസ്റ്റ് എക്സ്പ്രഷൻസ് കമ്പൈൻ ചെയ്യാനായിട്ട് വി ലേൺഡ് സം ഓപ്പറേറ്റേഴ്സ്. എന്ത് പേരിൽ അറിയപ്പെടുന്നത്? യെസ്, ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ്. ഇവിടെയുമുണ്ട് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ്. C++ലും ജാവാസ്ക്രിപ്റ്റിലുമൊക്കെ ചില സിമ്പിൾസാണ് ഈ ഓപ്പറേഷൻസിനെ റെപ്രസെൻ്റ് ചെയ്തിരുന്നതെങ്കിൽ ഹിയർ വി ഹാവ് സം കീവേഡ്സ്. ഇതാ കണ്ടില്ലേ, നോട്ട്, NOT, നോട്ട് എന്ന് എഴുതുക തന്നെ വേണം. എഫക്റ്റൊക്കെ പഴയത് തന്നെയാണ് കേട്ടോ. ഒരു ടെസ്റ്റ് എക്സ്പ്രഷൻ റിട്ടേൺ ചെയ്യുന്ന ട്രൂ ആണെങ്കിൽ നോട്ട് വിൽ ഗിവ് യു ഫാൾസ്. ഒരു ഫാൾസ് ആണ് നോട്ടിൻ്റെ ഇൻപുട്ടായിട്ട് കൊടുക്കുന്നതെങ്കിൽ വി വിൽ ഗെറ്റ് ട്രൂ ആസ് ദ റിസൾട്ട്. ആൻഡ് ഓപ്പറേറ്റർ AND എന്ന് തന്നെ എഴുതണം, അല്ലാതെ ആംപർസാൻഡ് സിമ്പിളൊന്നും അല്ല. ആൻഡ് എന്ന വേർഡ് തന്നെ ഉപയോഗിക്കണം. ഇറ്റ്സ് എ കീവേഡ്. അത് കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുക നമുക്കറിയാം. 2 കണ്ടീഷൻസും ട്രൂ ആണെങ്കിൽ മാത്രം റിസൾട്ട് ട്രൂ ആവുന്നൊരവസ്ഥ, അതാണല്ലോ ആൻഡ്. അതുപോലെ OR എന്ന് തന്നെ എഴുതണം. 2 കണ്ടീഷൻസിൽ ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും ട്രൂ ആയാൽ റിസൾട്ട് ട്രൂ ആകുന്ന ഒരവസ്ഥ, അതാണല്ലോ ഓർ ഓപ്പറേഷൻ്റെ പ്രത്യേകത. അപ്പോൾ ഇങ്ങനെയുള്ള ഓപ്പറേറ്റേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് വി ക്യാൻ ഡിസൈൻ കണ്ടീഷൻസ് ടു പ്രൊവൈഡ് ആരോടൊപ്പം, വെയർ ക്ലോസിനോടൊപ്പം നമുക്കിത് ഉപയോഗിക്കാൻ സാധിക്കും. ഓക്കെ, നമുക്കൊരു ക്വറി ചെയ്ത് നോക്കാം. സപ്പോസ് ഇങ്ങനെ ഒരു റിക്വയർമെൻറ്റ് നമുക്ക് വരികയാണ്. സെലക്ട് ദ സ്റ്റുഡൻസ് ഓഫ് കൊമേഴ്സ് കോഴ്സ്.
കൊമേഴ്സ് ഗ്രൂപ്പിൽ പഠിക്കുന്ന കുട്ടികളുടെ വിവരങ്ങൾ മാത്രം കാണണം. ഇതുവരെ പറഞ്ഞു സ്കൂളിലെ എല്ലാ കുട്ടികളുടെയും വിവരങ്ങൾ കാണണം, അതായിരുന്നു നേരത്തെയൊക്കെ ചെയ്തിരുന്നത്. ഇപ്പോൾ പറയുന്നു കൊമേഴ്സ് ഗ്രൂപ്പിൽ പഠിക്കുന്ന കുട്ടികളുടെ വിവരം മാത്രം കാണണം. ഡീറ്റെയിൽസ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്താ കമാൻഡ് എന്താ? പോരട്ടെ, സെലക്ട്. എന്ത് ഇൻഫർമേഷൻ കാണണമെങ്കിലും സെലക്ട്. ഓക്കെ, സെലക്ട് കൊടുത്തു. സെലക്ടിന് ശേഷം യെസ്, അത് തന്നെയാണ് സ്റ്റാർ. കാരണം ഏതെങ്കിലും കോളം സ്പെസിഫൈ ചെയ്തോ? ഇല്ലല്ലോ. കാണേണ്ട കോളം ഇന്നത് മാത്രമാണ് എന്നൊരിടവും പറഞ്ഞിട്ടില്ല. സെലക്ട് ദ സ്റ്റുഡൻസ് എന്നേ പറഞ്ഞുള്ളൂ. അല്ലെങ്കിൽ സെലക്ട് ദ ഡീറ്റെയിൽസ് ഓഫ് സ്റ്റുഡൻസ് എന്നൊക്കെ പറയുമ്പോൾ സെലക്ട് സ്റ്റാർ ഇമീഡിയറ്റ്ലി വരണം. സെലക്ട് സ്റ്റാർ കഴിഞ്ഞാൽ ഓഫ്കോഴ്സ് ഫ്രം ടേബിൾ നെയിം. ഇതിലൊന്നും ഡൗട്ട് വരേണ്ട ഒരു കാര്യമില്ല. ഇനി ഇതൊക്കെ ചറ പറയുന്നെങ്കിൽ പോരണം. സെലക്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡൻറ്റ്, അത്രയും എന്തായാലും സംഭവിക്കണം. ഇങ്ങനെ മാത്രം പറഞ്ഞാൽ എന്ത് സംഭവിക്കും? എല്ലാം കൂടി ഇങ്ങ് പോരും അല്ലേ? എല്ലാവരും വേണ്ട. എങ്ങനെയുള്ളവരാ? എങ്ങനെ ഈ കൊമേഴ്സ് കുട്ടികളെ ഐഡൻറ്റിഫൈ ചെയ്യുക? കൊമേഴ്സിലെ വിദ്യാർത്ഥികൾ ആരൊക്കെയാണെന്ന് എങ്ങനെ തിരിച്ചറിയാൻ സാധിക്കും? യെസ്, അത് തന്നെയാണ്. കോഴ്സ് എന്ന കോളത്തിൽ കൊമേഴ്സ് എന്ന വാല്യൂ കാണുമ്പോൾ മാത്രം സെലക്ട് ചെയ്യുക. കോഴ്സ് എന്ന കോളത്തിലൂടെ കടന്നു പോകുമ്പോൾ എവിടെയൊക്കെ ഏതൊക്കെ റെക്കോർഡിന് നേരെ കൊമേഴ്സ് കാണുമോ അത്തരം റെക്കോർഡ്സ് മാത്രം സെലക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ പോരെ? അപ്പോൾ കണ്ടീഷൻ എന്താണ്? എന്താ സാറ്റിസ്ഫൈ ചെയ്യേണ്ടത്? കോഴ്സ് ഷുഡ് ബി ഈക്വൽ ടു കൊമേഴ്സ്. ആയില്ലേ? ഈക്വൽ ടു ഓപ്പറേറ്റർ ഇല്ലേ? കോഴ്സ് ഈക്വൽസ് കൊമേഴ്സ്. അതെവിടെ കൊടുക്കണം? വെയർ ക്ലാസ്സിനോടൊപ്പം കൊടുക്കണം. ഇതാ കണ്ടില്ലേ? സെലക്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡൻറ്റ് വെയർ കോഴ്സ് ഈക്വൽസ് കൊമേഴ്സ്. കൊമേഴ്സ് എന്നുള്ളത് ഒരു സ്ട്രിംഗ് ഡേറ്റ ആയതുകൊണ്ട് തന്നെ സിംഗിൾ കോഴ്സിനകത്തോ ഡബിൾ കോഴ്സിനകത്തോ കൊടുക്കാം. ആ വെയർ ക്ലാസിൻ്റെ യൂസേജ് ഒന്ന് പ്രത്യേകം ശ്രദ്ധിച്ച് ഞാൻ ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. വെയർ കോഴ്സ് ഈക്വൽസ് കൊമേഴ്സ്. സോ ദാറ്റ് ഇസ് എ കണ്ടീഷൻ. കോഴ്സ് ഈക്വൽസ് കൊമേഴ്സ് എന്നുള്ളതാണ് ഇവിടുത്തെ ടെസ്റ്റ് എക്സ്പ്രഷൻ വെയർ ക്ലാസിനോടൊപ്പം കൊടുത്തിരിക്കുന്നത്. നോക്കാം ഇതിൻ്റെ ഔട്ട്പുട്ട് എങ്ങനെ ഇരിക്കുമെന്ന്. ഇപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടല്ലോ സ്ക്രീനിൽ. സെലക്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡൻറ്റ് വെയർ കോഴ്സ് ഈക്വൽസ് കൊമേഴ്സ് എന്ന ക്വറിയുടെ ഔട്ട്പുട്ടാണ് കാണുന്നത്. ഞാൻ ആ കോഴ്സ് എന്ന കോളം ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. കണ്ടില്ലേ? കൊമേഴ്സിലെ കുട്ടികൾ മാത്രമേ ഉള്ളൂ. 5 കുട്ടികളുടെ ഡീറ്റെയിൽസ് ഉണ്ടായിരുന്ന ഒരു ടേബിളാണ്. ഇപ്പോൾ എത്ര പേരെ സെലക്ട് ചെയ്യുള്ളൂ? 2 പേർ. ബിക്കോസ് ആ 2 റോസ് മാത്രമേ ഈ പെർട്ടിക്കുലർ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ കൺസ്ട്രെയിൻസ് അതിൻ്റെ ഉപയോഗത്തെക്കുറിച്ച് കണ്ടു. കൺസ്ട്രെയിൻസ് ഏതൊക്കെയാണെന്ന് കണ്ടു. അത് ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണ്, അതുപയോഗിച്ചാൽ ഉണ്ടാകുന്ന ബെനഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് കണ്ടു. അതുപയോഗിച്ചുകൊണ്ട് തന്നെ നമ്മുടെ ടേബിളിനെ ക്രിയേറ്റ് ചെയ്തു, ഫ്രഷായിട്ട് ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം ചില റെക്കോർഡ്സ് ഇൻസേർട്ട് ചെയ്തുകൊണ്ട് ആ കൺസ്ട്രെയിൻസിൻ്റെ ഇഫക്റ്റ് എന്താണെന്ന് നമ്മൾ കണ്ടു. പിന്നീട് ഇൻഫർമേഷൻ റിട്രീവ് ചെയ്യാൻ തുടങ്ങി. അതിൽ ഡിസ്റ്റിങ്ക്റ്റ് എന്നൊരു കീവേഡ് ഉപയോഗിച്ചു. ഒപ്പം കണ്ടീഷൻ ബേസ്ഡ് ആയിട്ട് റെക്കോർഡ്സ് സെലക്ട് ചെയ്യുന്നത് എങ്ങനെയെന്നും കണ്ടുവച്ചു. ഒരുപാട് ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. ഈ ഓപ്പറേറ്റേഴ്സിനെല്ലാം പരിചയപ്പെട്ടുകൊണ്ട് തന്നെ പുതിയ പുതിയ ക്വറീസ് നമ്മൾ ഡിസൈൻ ചെയ്യും. അതിനു മുമ്പ് നിങ്ങളുടെ വർക്ക് എൻ്റെ ഒപ്പം വരണം. എംപ്ലോയി എന്ന ടേബിൾ ഉണ്ടല്ലോ, ആ ടേബിളിൻ്റെ സ്ട്രക്ചർ മാറ്റുക. അതിൽ എംപ്ലോയി കോഡ് പ്രൈമറി കീ ആക്കണം. ഡെസിഗ്നേഷൻ കമ്പൾസറി ആക്കണം. ഡെസിഗ്നേഷൻ ഷുഡ് നോട്ട് ബി നൾ, ആ രീതിയിലാക്കണം. ബേസിക് സാലറി അത് നിർബന്ധമായിട്ടും വാല്യൂ വേണം. ഈ 3 കണ്ടീഷൻസും കൊടുത്തുകൊണ്ട് ആ ടേബിളിനെ ഒന്ന് മോഡിഫൈ ചെയ്ത് എഴുതുക. അതിനുശേഷം റെക്കോർഡ്സ് ഇൻസേർട്ട് ചെയ്യേണ്ട കാര്യമില്ല, ബിക്കോസ് നിങ്ങൾ ഓൾറെഡി ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞു. പിന്നീട് ആ കമ്പനിയിലെ ഡിപ്പാർട്ട്മെൻറ്റ്സ് ഏതൊക്കെ എന്ന വിവരം കിട്ടണം. ടു ഡിസ്പ്ലേ ദ ഡിപ്പാർട്ട്മെൻറ്റ്സ് ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ കമ്പനി, അതിനുവേണ്ടി ഒരു ക്വറി എഴുതണം. പിന്നീട് എഴുതേണ്ടത് മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലെ എംപ്ലോയീസിൻ്റെ മാത്രം ഡീറ്റെയിൽസ് കാണണം. ഡിസ്പ്ലേ ദ ഡീറ്റെയിൽസ് ഓഫ് എംപ്ലോയീസ് ഹു ആർ വർക്കിംഗ് ഇൻ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്. ഓക്കെ, അപ്പോൾ അത്രയും എഴുതി നിൽക്കുക. തുടർന്നുള്ള ക്വറീസുമായിട്ട് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. ഓൾ ദി ബെസ്റ്റ്.